അങ്ങനെ ടോണി അച്ചായൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ടോണി അച്ചായൻ ആരാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണ് ഈ അച്ചായൻ. ഈ ഷെഡിലും കൂരയിലും ഒക്കെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകളെ തേടി പിടിച്ച് കണ്ടെത്തുക, എന്നിട്ട് അവർക്ക് വീഡിയോ വെച്ച് കൊടുക്കുക, അത് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുക. ഇതാണ് മൂപ്പരുടെ മെയിൻ പരിപാടി. ദാരിദ്ര്യത്തിൽപ്പെട്ട് ഒരുപാട് ജനങ്ങൾക്ക് വീട് കൊടുത്ത അച്ചായൻ ഇതിനു മുന്നേയും വിവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പാവങ്ങളുടെ കൺകണ്ട ദൈവമായിട്ടുള്ള ടോണി അച്ചായൻ ചാരിറ്റിയുടെ മറവിൽ പെൺകുട്ടികളോട് മിസ്ബിഹേവ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ചില പെൺകുട്ടികൾ രംഗത്ത് വന്നിരുന്നു. ആ വിഷയമൊക്കെ മുമ്പേ നമ്മൾ പറഞ്ഞതാണ്. അന്ന് അച്ചായന് കുറെ സൈബർ ആക്രമണം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ആ സമയത്താണ് നാട്ടുകാരെല്ലാരും കൂടെ എന്നെ ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ചായൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ മകൻ മരിച്ചു പോയ ഒരു മാതാപിതാക്കളെ കാണിക്കുന്നുണ്ട്. അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ സമയത്താണ് അവർക്ക് മുന്നിൽ ദൈവദൂതനെ പോലെ അച്ചായൻ എത്തുന്നത്. അച്ചായനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ആ സമയത്ത് ഉണ്ടായ ചീത്തപ്പേരും മാറിക്കിട്ടും. ആ പാവം ഭാര്യക്കും ഭർത്താവിനും കയറി താമസിക്കാൻ ഒരു വീടും കിട്ടും. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ഇങ്ങനെയാണോ നിങ്ങൾ കിടക്കുന്നത്? 27 വർഷമായി ചെയ്യൂ. വാടകയ്ക്കായിട്ട് ഒരു മോനുണ്ടായിരുന്നു, ക്യാൻസർ ആയിരുന്നു, മരിച്ചു പോയി. എനിക്ക് തൊണ്ടയിലും ക്യാൻസർ വരെ ഇഷ്ടമായിരുന്നു. ബാത്റൂമിലൊക്കെ പോകുന്ന ചില സമയത്ത് താഴെ ചിലപ്പോൾ പറമ്പില് പടുതായിക്ക് വാടക കൊടുക്കുന്നുണ്ട്. പടുതായിക്ക് വാടക കൊടുക്കുന്നു? എത്ര രൂപ? ഒരു ദിവസം 200 രൂപ വെച്ച് വാടക നമ്മൾ കൊടുക്കണം. പന്നിയൊക്കെ വരും അപ്പുറത്ത്. അയ്യോ, ഇങ്ങനെയാ നിങ്ങൾ കിടക്കുന്നത് അല്ലേ? ഞാൻ 3 മാസമായി മരുന്ന് കഴിച്ചിട്ട് എനിക്കിത് മേടിക്കാൻ നിർത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗുളിക എടുത്ത് കഴിച്ച് മരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഇവരാരും അറിയാതെ പോലീസുകാരെന്നെ പിടിച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് വന്നു. ഭാര്യയെ കൂട്ടിക്കൊണ്ട് എളുപ്പം പോകുന്നു. സാറേ, എനിക്കൊരു കയറി കിടക്കാൻ ഒരു പേര്. ഇത് 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാർ എന്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എന്റെ ഫാമിലിയോടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്തായാലും കാണുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം തോന്നുന്നു. എത്രയോ തവണ ജീവിക്കാൻ ബുദ്ധിമുട്ടി ആ അമ്മ ജീവൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു അവസരത്തിലാണ് അവർക്ക് മുന്നിൽ ദൈവദൂതനെ പോലെ അച്ചായൻ അവതരിക്കുന്നത്. അങ്ങനെ അവർക്ക് മുന്നിൽ ദൈവദൂതനെ പോലെ അവതരിച്ചു. അവരുടെ വീഡിയോ എടുത്ത് അച്ചായൻ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം അച്ചായന് വൻ രീതിയിലുള്ള കയ്യടിയാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടിയത്. കാരണം അമ്മാതിരി മാസ് ഡയലോഗ് അല്ലായിരുന്നു അച്ചായൻ അടിച്ചു വിട്ടത്. പിന്നെ ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ആളുകളോട് ആളുകൾക്ക് ഇവിടെ ഒരു പ്രത്യേക മമതയുണ്ടല്ലോ. അതൊരു പരിധിവരെ അച്ചായന് മുതലെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും നമ്മളിപ്പോ തൊട്ടു മുമ്പ് പ്ലേ ചെയ്യിപ്പിച്ച വീഡിയോയിൽ ഒരു 10 ലക്ഷം രൂപയുടെ ചെക്ക് ഈ പറഞ്ഞ ടോണി അച്ചായൻ ഈ ഭാര്യക്കും ഭർത്താവിനും നൽകുന്നുണ്ട് അല്ലേ? അത് കാണുന്ന ഏതൊരാളും കരുതുക ആ 10 ലക്ഷം രൂപ ആ ഭാര്യക്കും ഭർത്താവിനും കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അല്ലേ? എന്നാൽ ഇപ്പം പുറത്തു വരുന്ന വിവരം എല്ലാവരും ഞെട്ടിക്കുന്നതാണ്. ടോണി ചായൻ അവർക്ക് കൊടുത്ത 10 ലക്ഷം രൂപയുടെ ചെക്കിൽ നിന്നും വെറും 2 ലക്ഷം രൂപ മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അതായത് ചികിത്സക്കുള്ള ഫണ്ട് മാത്രം ഈ പറഞ്ഞ അമ്പിളി ചേച്ചിക്കും ഭർത്താവിനും കിട്ടിയിട്ടുള്ളൂ. അതുപോലെ ഇനി അവരുടെ കയ്യിൽ പൈസ മുഴുവനും കൊടുത്തില്ലെങ്കിലും ആ വീട് വേണമെങ്കിലും പൂർത്തീകരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഈ അച്ചായൻ ചെയ്തിട്ടില്ല. എന്തായാലും ആ കുടുംബം തന്നെ ഇപ്പൊ സത്യാവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ആ കുടുംബത്തിന് നമ്മോട് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. അതിനുശേഷം എന്താണ് ഉണ്ടായത്? ഈ ടോണി അച്ചായന് ഈ വന്ന് നമുക്ക് ഫെബ്രുവരി 5-നാണ് വീഡിയോ കണ്ടേക്കുന്നത്. ആ വീഡിയോ ഫെബ്രുവരിയിലാണോ വന്ന് ഷൂട്ട് ചെയ്തത് അല്ലെങ്കിൽ മുമ്പാണോ? ഫെബ്രുവരിയിലായിരിക്കും അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അതെനിക്ക് അറിഞ്ഞുകൂടാ. ഫെബ്രുവരി 5-നാണ് ഇട്ടേക്കുന്നത്. ജനുവരിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആണോ? അപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഇത്രയും നാളായി ഈ വീട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ വീട് എനിക്ക് സുഖമില്ലാതെ ചേട്ടൻ പണിയുന്ന വീട്ടിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ മേടിച്ചുകൊണ്ട് പോയി. ഓപ്പറേഷൻ ചെയ്തിട്ട് ഇവിടെ വന്ന് എനിക്ക് സുഖമില്ലാതായി. പിന്നെ ഇന്നാൾ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കോട്ടയത്ത് ഞങ്ങൾ ചെല്ലുന്നത്. അങ്ങനെ അവിടെ അപേക്ഷ കൊടുത്ത് അപേക്ഷ കൊടുത്ത് അഖിലെന്ന് പറയുന്ന ആള് അപ്പൊ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മാനേജറാണെന്നാ പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു എന്റെ അപേക്ഷ അവിടെ മേടിച്ചു വെച്ചു. കുറച്ച് ദിവസം ഇവർ വരാതിരുന്നപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെങ്ങന്നൂരോട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോ പറഞ്ഞു അച്ചായൻ ഇന്ന് നേരിട്ട് കാണാൻ വരുന്നുണ്ട്, ചേച്ചി അവിടെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് അദ്ദേഹം ഉൾപ്പെടെ കണ്ടിട്ട് പോയാണ് ഈ തറ ഞാൻ പണിതിട്ടിരിക്കുന്നത്. പണിയാൻ വേണ്ടി നമുക്ക് എവിടെ പൈസ ഉണ്ടായിരുന്നു? ലൈഫിന്റെ അകത്തായിരുന്നു. അതിനകത്ത് നിന്ന് എനിക്ക് 40 രൂപ കിട്ടിയതാണ്. ലൈഫ് മിഷന്റെ പദ്ധതിന്റെ സംസ്ഥാന സർക്കാർ 40 രൂപ കിട്ടിയതാണ്. അപ്പൊ ആ സ്കീമിന്റെ കഴിഞ്ഞു, ഭരണം മാറിയപ്പോ പിന്നെ അതിൽ നിന്നൊന്നും കിട്ടാനില്ല. അപ്പോഴങ്ങനെ പറഞ്ഞ അത് കഴിഞ്ഞാണ് അല്ല വേറെ കടം മേടിച്ചു. 40,000 രൂപയ്ക്ക് തീരത്തില്ല കടം. 4 ലോഡ് കല്ല വാഹനം വെട്ടി ഇറക്കി കഴിഞ്ഞപ്പോ 1 ലോഡ് കല്ലിന് 9,500 രൂപയാ. അവിടുന്ന് ചുമ്മി ഇവിടെ കൊണ്ടുവരുന്നതിന് നമ്മൾ വേറെ പൈസ കൊടുക്കണം. അങ്ങനെയാണ് ഇതിന് 1 ലക്ഷം രൂപയ്ക്ക് ചെല്ലുവാനുമായി തറ കെട്ടിയപ്പോ തന്നെ. അപ്പൊ ഈ അച്ചായൻ വന്ന് കാണുത്തരം ഈ ലൈഫിന്റെ അകത്ത് കിട്ടിയ വീടിന്റെ അകത്ത് കെട്ടി ഇട്ടേക്കുമായിരുന്നു.
കെട്ടിയായിരുന്നു. എന്നിട്ട് അവര് നിങ്ങൾക്ക് ഈ 10 ലക്ഷം രൂപന്റെ ചെക്ക് തന്നു. 10 ലക്ഷം രൂപയുടെ ചെക്ക് തന്നിട്ട് ചെങ്ങന്നൂര് എന്നീ ചെക്ക് ഞങ്ങൾ മാറി. പിറ്റേ ദിവസം ആരെങ്കിലും കൂടെ വന്നോ? വന്നു. അച്ചായന്റെ കൂടെയുള്ള അഖിലെന്ന് പറയുന്ന ആളും വേറെ ഒരു ഇച്ചിരി വണ്ണമുള്ള ഒരു കറുത്തിട്ടുള്ള ഒരു പയ്യനും കൂടെ വന്നത്. ആ പയ്യനും കൂടെ കാറേ വന്ന് ചെങ്ങന്നൂര് എന്ന് ചെക്ക് അവിടെ മേളിൽ ഒരു സ്ത്രീയുടെ കയ്യിലാണ് കൊടുത്തത്. അവരെന്നേരം ചെക്കും കൊണ്ട് വരാൻ താമസിച്ചു. പിറ്റേ ദിവസം പിന്നെ ചെക്ക് മാറാൻ പറ്റിയേ. ആ ചെക്ക് മാറി ഈ തറക്കകത്ത് വന്നിട്ട് 8 ലക്ഷം രൂപ അഖിലാണ്. അപ്പം അവരെന്തോ ഒരു പേപ്പർ എടുത്ത് വായിച്ച് കാണിച്ചു. ഇതുപോലെ ഇന്ന ആൾക്ക് ഇത്ര രൂപ മംഗലത്ത് വീട്ടിൽ വെച്ച് കൊടുത്ത് മംഗലം താമസിക്കുന്ന അമ്പിളി രാജപ്പൻ എന്ന് പറയുന്ന ആളിന് വീട് വെക്കാൻ 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് അച്ചായന്റെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് വായിച്ച് ഏൽപ്പിച്ച് അതിന്റെ ഒരു കോപ്പി എനിക്ക് തന്നിട്ടില്ല. ഒപ്പിടിച്ചോ? ഒപ്പിടിച്ച് ഒപ്പ് പിടിച്ച പേപ്പറുമായിട്ടാണ് ഈ അഖിലെന്ന് പറയുന്ന ആള് പോയത്. എന്റെ കയ്യിൽ അതിന്റെ കോപ്പി തന്നിട്ടില്ല. അപ്പൊ ഞാൻ ഈ പൈസ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ട് അന്നേരം തന്നെ ഈ 10 ലക്ഷം ഞാൻ മേടിച്ച് എന്റെ കയ്യിൽ വെച്ചിട്ട് അഖിലെന്നെ 2 ലക്ഷം രൂപ തന്നു. അച്ചായം 2 ലക്ഷം രൂപ ചേച്ചിന്റെ കയ്യിലേക്ക് തന്നു. ഇത് മരുന്നിനും ആഹാരത്തിനും ഉള്ള പൈസയാണെന്ന് പറഞ്ഞു. ഈ 8 ലക്ഷം വന്ന് മേടിച്ചിട്ട് സോജപ്പൻ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞിട്ട് കവർ അഖില് കൊണ്ടുവന്ന ആളാ. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന അമ്പിളി ചേച്ചിക്ക് സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി വഴി കിട്ടിയതാണ് ഈ വീടും സ്ഥലവും ഒക്കെ. അതിൽ തറ കെട്ടുവാനായി സർക്കാരിന്റെ കയ്യിൽ നിന്ന് 40,000 രൂപ അമ്പിളി ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭരണം മാറിയതോടെ പിന്നീടുള്ള ഇവരുടെ ചെലവുകളെല്ലാം നിർത്തലായി. അതിനുശേഷമാണ് ടോണി അച്ചായൻ വീട് വെക്കാമെന്ന് പറഞ്ഞ് ഇവർക്ക് വാഗ്ദാനം നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം കാണിച്ച വീഡിയോയിൽ നമുക്ക് കാണാം 10 ലക്ഷം രൂപയുടെ ചെക്കാണ് അച്ചായൻ ഇവർക്ക് നൽകുന്നത്. എന്നാലും ഈ വീഡിയോക്ക് ശേഷം ടോണി അച്ചായൻ പണം കൊടുത്ത അഗ്രിമെന്റ് എല്ലാം ശരിയാക്കി വെച്ചിരുന്നു. എന്നാൽ അവർക്ക് ആകെ കൈ കിട്ടിയത് 2 ലക്ഷം രൂപ മാത്രമാണ്. ഇവർക്ക് ബാക്കി പണം കൊണ്ട് അച്ചായൻ വീട് വെച്ച് തരുമെന്ന് വിചാരിച്ച അമ്പിളി ചേച്ചിയും ഭർത്താവും ലാസ്റ്റ് പറ്റിക്കപ്പെടുകയായിരുന്നു. ആകെ വീടിന്റെ ഭിത്തികൾ പൊന്തിച്ച് വെക്കുക മാത്രമാണ് അച്ചായൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് വാർക്കുകയൊന്നും ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇവർക്ക് ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ടോണി അച്ചായന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കാമായിരുന്നു. എന്നാൽ അതുപോലും അച്ചായൻ വൃത്തിക്ക് ശരിയാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ബാക്കി കൂടെ അമ്പിളി ചേച്ചിക്ക് പറയാൻ എന്താന്നുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. ഈ പൈസ മേടിച്ചോണ്ട് അന്ന് ഇവിടെ നീ സോജപ്പം പോയി കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാണ് പണി എന്നുള്ള ഒരു ഇതിന് ഇവിടെ വരുന്നത്. നിങ്ങൾ ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞ് ഇവിടുന്ന് പലരെയും ഞങ്ങൾ വിളിച്ചു. ഈ ഭിത്തിയെന്ന് ഈ തറയെന്ന് ഇവിടം വരെ പുള്ളി കെട്ടിവെച്ചു. അത്രയും കെട്ടിവെച്ചു. ഇത് ആ പുള്ളി തന്നെ ഏൽപ്പിച്ച പല മേശരിമാരുടെ സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. അവർക്ക് അത്രയും പേർക്കും പൈസ കൊടുക്കാനുള്ളവരാണ്. അവരിവിടെ വരുമ്പോ സോജപ്പം വരത്തില്ല. ഒരാൾക്ക് 8,000 കൊടുക്കാനുണ്ട്, ഒരാൾക്ക് 6,000 കൊടുക്കാനുണ്ട്. ഇപ്പൊ ഈ തട്ടിന്റെ എല്ലാം കൂടെ വേറെ 13,000 കൊടുക്കാനുണ്ട്. അഖിലിനെ വിളിച്ചപ്പോഴും പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ അല്ലേ എനിക്ക്. ഇതിനകത്ത് വോയിസ് കിടപ്പുണ്ട് എന്റെ ഫോണിനകത്ത്. ഞാൻ ചുമ്മാ കള്ളമൊന്നും അല്ല പറയുന്നത്. ഇവര് പറയുന്ന എല്ലാ വോയിസും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞു, നിങ്ങളുടെ കാര്യം തന്നെ അല്ലേ എനിക്ക് ചെയ്യണ്ടേ. എനിക്ക് പലരുടെ കാര്യമുണ്ട്. എനിക്ക് എന്റെ വീട്ടിലെ കാര്യമുണ്ട്. ഞാൻ സുഖമില്ലാതെ കിടക്കുക. ചിലപ്പം പറയാം അവർ ആശുപത്രിയിലാന്ന് പറയും. ചേച്ചി ഞാൻ പറയും, കുഞ്ഞെ എനിക്കിത് വാർത്ത് തരണം. ചേച്ചി അന്ന് കരഞ്ഞു വിളിച്ച് ഞങ്ങളുടെ അരികെ യാചിച്ചു വന്നപ്പോ ചേച്ചി വാർത്ത് തരണമെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ ചേച്ചി എന്നെ ഇത്ര വലിയ അഹങ്കാരം എടുക്കുന്നേ എന്ന് എന്നോട് ചോദിച്ചു. വീട് വെച്ച് തരണമെന്ന് പറഞ്ഞപ്പോ വാർക്കാതെയുള്ള വീടാണോ അവർ ഉദ്ദേശിച്ചത്? അച്ചായൻ പറഞ്ഞിട്ടുണ്ട് വാർക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഒരു കക്കൂസ് ചെയ്തതിന്റെ ഇതിൽ 1,000 രൂപയാണ് ടോണി അച്ചായന്റെ പൈസയിൽ അവൻ തന്നിരിക്കുന്നത്. 1,000 രൂപ 10 അടി താഴ്ചയിൽ ഒരു കക്കൂസ് കുഴിക്കുന്നതിന് 1,000 രൂപ മതിയാമോ? ഇത് ഞാൻ വേറൊരാളെ കൊണ്ട് ഇപ്പൊ കെട്ടിച്ചതാ ഇന്നലെ ഇന്നുമായിട്ട്. ഇവിടെ ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ മോനെ. അത് അമ്പലവാ. ഞാനാ ഈ ക്ലോസറ്റ് വാങ്ങിച്ചേ. സോജപ്പം പറഞ്ഞേക്കുന്ന അച്ചായൻ അത് പറഞ്ഞിട്ടില്ല. ഞാനും ചേട്ടനും കൂടെ കൂടിയാ കുഴിയെടുത്ത്. ഞാനും ചേട്ടനും കൂടെ വയ്യാതെ. ആഹാ, നല്ല പണിയാണല്ലോ അച്ചായ കൊടുത്തത്. 8 ലക്ഷം കൊണ്ട് വീട് പണി നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പണി ചെയ്യാൻ വന്ന പണിക്കാർക്ക് വരെ പൈസ കൊടുക്കാതെ പോകുന്നു. ദാരിദ്ര്യം മാത്രമുള്ളവരെ നിങ്ങൾ ഇന്ന് കടക്കാരും കൂടി ആക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അയ്യേ, ഇത്ര ചീപ്പാണോ ടോണി അച്ചായ നിങ്ങൾ? അതും പോരാഞ്ഞിട്ട് വീടും വാർപ്പ് ചെയ്ത് നൽകണ്ട എന്ന് പറഞ്ഞു പോലും. വാർപ്പ് ചെയ്യാതെ പിന്നെ എന്തിനാണ് വീട്? മേലെ നിന്ന് മഴവെള്ളം ലൈവായി കിട്ടാനോ? എന്താ ഇതിനൊക്കെ പറയാം. ഓൾറെഡി ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ബാത്റൂമിൽ പോവാണെങ്കിൽ ഇവർക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും. അങ്ങനെ ഗതി കെട്ടിട്ടാണ് അവർ തന്നെ കക്കൂസിനുള്ള കുഴിയൊക്കെ എടുക്കുന്നത്. നാട്ടുകാരും ഇവരൊന്നും സഹായിക്കാനില്ല. കാരണം നാട്ടുകാരെ മൊത്തം കരുതിയിരിക്കുന്നത് ഇവർക്ക് മൊത്തം 10 ലക്ഷം രൂപ മുഴുവനും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് മെമ്പർമാര് പോലും ഇവരെ മര്യാദക്ക് നോക്കുന്നില്ല. കാരണം അവരൊക്കെ അച്ചായൻ പൈസയോട് ചെക്ക് അമ്പിളി ചേച്ചിക്ക് കൊടുത്ത വീഡിയോ ഒക്കെ കണ്ടതാണ്. കണ്ട കാര്യമല്ല അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അച്ചായൻ അവരെ പറ്റിച്ചതാണെന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ. എന്തായാലും അമ്പിളി ചേച്ചിയും ഭർത്താവും ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇവര് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്കതൊന്നും കണ്ടു നോക്കാം. ഈ അഖിലെന്ന് പറഞ്ഞ ആളെന്നോട് പറഞ്ഞു നിങ്ങൾ മുടിഞ്ഞു പോകാൻ തള്ളയെന്ന്. ഞാൻ അവരോട് പൈസ ചോദിച്ചപ്പോ ഇത് വാർക്കാന് 75,000 രൂപ ഇവര് വേണമെന്ന് പറഞ്ഞു.
ഇത് വാർക്കാൻ. ആ പൈസ ഞാനാ കൊടുത്തേക്കുന്നേ, അല്ലാതെ അവരിത് വാർക്കത്തില്ല. ചേച്ചി ഇവിടെ കൊടുത്തേ? ഞാനും ചേട്ടനും വയ്യാത്ത അന്നേരം അച്ഛന്റെ വീട്ടിൽ പണിക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് അഖിൽ ഇവിടെ വന്നേച്ച് ചോദിച്ചു, നിങ്ങളെ വേറെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എവിടെ നേരം കിട്ടുന്നുണ്ടോ, നിങ്ങൾ കരഞ്ഞു വിളിച്ച് വന്ന് പറഞ്ഞോ ഒന്നും അല്ലായിരുന്നല്ലോ. എനിക്ക് ഇപ്പൊ ഈ ഇരിക്കുന്ന എന്റെ മണ്ണാണ് സത്യം. എനിക്ക് ആരും വേറെ എങ്ങും സഹായിച്ചിട്ടില്ല, ഒരു ചാരിറ്റി. എന്നെ ചാരിറ്റിക്കാരാണ്ട് സഹായിച്ചിട്ടാ ഞാനിത് വാർത്തേക്കുന്നത്. ഇപ്പൊ മോനാണ് എന്നെ ഒന്ന് വിളിച്ചത്, എനിക്ക് അറിയത്തില്ലല്ലാതെ. കിടക്കുന്ന അവിടെ തന്നെ മക്കളെ, അല്ലാതെ വേറെ എവിടെ കിടക്കാനാ? ഇതുപോലെ എവിടെയാ കിടക്കുന്നത്? ഇതിനകത്താക്കളെ കിടക്കുന്നേ. ഇതിന്റെ അകത്തോ? ഇന്നത്തെ എവിടെയാ കിടക്കാൻ സ്ഥലം? ചേട്ടൻ അവിടെ കിടക്കും, ഞാനിത് കിടക്കും. ഇവിടെ കിടക്കുന്ന ഞങ്ങളുടെ കട മുറിയായി ഇത്രയും നാളായിട്ട്. വാതിലായി ഇത് ഞങ്ങളുടെ സേഫ് ആയിട്ടുള്ള. കണ്ടോ ഞങ്ങള് കിടക്കുന്നുണ്ടോ? ഇത് ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ കിടക്കുന്ന ഞങ്ങള്. എന്താ ഞങ്ങളുടെ മറ. അന്നും ഇതുപോലെ വന്നവർ കണ്ടിട്ട് പോയതാ. അഖില് വന്നു ഇത് കണ്ടിട്ട് പോയതാ. ഈ 10 ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നേച്ച് 8 ലക്ഷം രൂപ അവന്മാരും കൊണ്ടുപോയച്ച്, പിന്നെ അവന്മാരുടെ ആൾക്കാർ ഇവിടെ കയറി വന്ന് എന്നോട് ഉണ്ടായസം കാണിക്കുക. അത് ശരി. അന്ന് അച്ഛൻ വീഡിയോയിൽ കാണിച്ച അതേ ഷെഡിൽ തന്നെയാണ് ഇവർ ഇപ്പോഴും താമസിക്കുന്നത്. ഇവർക്ക് ഭാഗ്യം ഒരു ആവശ്യമേ ഉള്ളൂ. ആ 10 ലക്ഷം തന്നെന്ന് പറയുന്ന വീഡിയോ ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ആ വീഡിയോ കാരണം സത്യം പറഞ്ഞാൽ ഇവരാരും സഹായിക്കാതെയായി. ആ വീഡിയോ ഡിലീറ്റ് ചെയ്താണെങ്കിലും ചിലപ്പോൾ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവില്ല. വേണമെങ്കിൽ ഇവർ തന്ന 2 ലക്ഷം രൂപ ആരുടെ അടുത്തുനിന്നെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും തിരിച്ചു തരാമെന്ന് മമ്പിളി ചേച്ചി പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം കേട്ടോക്കാം. 10 ലക്ഷം മേടിച്ച 2 ലക്ഷം രൂപ അച്ഛൻ എനിക്ക് മരുന്നിന് തന്നു. അത് ഞാൻ ആരോടെങ്കിലും മേടിച്ചു വേണേ അത് അവൻ്റെ കൊടുത്തേക്കാം. 10 ലക്ഷം തികച്ചു കൊടുത്തേക്കാം. പക്ഷെ ഈ വീട് വെച്ചതിന്റെ ഈ ഭിത്തിയുടെ ഇതിന്റെ എടുത്തേച്ച് ഒന്നെങ്കിൽ പൈസ തിരിച്ചു തരണം, അല്ലെങ്കിൽ വീഡിയോ തിരിച്ചിടണം. വീഡിയോ ഡിലീറ്റ് ചെയ്യണം. വീഡിയോ ഇത് ഞങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് വെച്ച് അവർ ഡിലീറ്റ് ചെയ്യണം. ഞങ്ങളെ ഫോണിൽ കൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്താനോ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്താനോ ആൾക്കാരെ കൊണ്ട് ഇവിടെ വരാനോ ഇനിയും പറ്റത്തില്ല. കാര്യം എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ശ്വാസം മുട്ടും. ഇവര് പോയി കഴിയുമ്പോൾ എനിക്ക് ഇവിടെ നിങ്ങേര് പൊക്കിയെടുത്ത് തന്നെ ആശുപത്രി കൊണ്ടുപോകും. എനിക്ക് വിഷമം ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടുള്ള ഒരാളാണ്. നമുക്ക് 5 സെന്റ് മുനിസിപ്പാലിറ്റിക്കാർ കൊടുക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി അനുവദിച്ചു തന്ന സ്ഥലമാണ് 5 സെന്റ്. ലൈഫിന്റെ ഇത് പ്രകാരം ആദ്യഘട്ടത്തിൽ കിട്ടി. അത് കഴിഞ്ഞപ്പോ തന്നെ സർക്കാർ മാറിയപ്പോ അവരും എങ്ങനെയും ചെയ്തു തരാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് സ്ഥലത്തെ മെമ്പർ. ഇപ്പൊ മെമ്പറൊക്കെ എന്താ പറയുന്നത്? അവര് ഞങ്ങളോട് ചോദിക്കുന്നത് ഈ 10 ലക്ഷം കിട്ടിയിട്ട് എന്തോ ചെയ്ത് ചേച്ചി, എന്താ വീട് പണി പൂർത്തീകരിക്കാത്ത, ചേച്ചിയുടെ കൈ പൈസ ഇല്ലേ, മോന്റെ വിചാരം എന്റെ ഉണ്ടെന്നല്ലേ. അവസ്ഥയെന്ന് ആലോചിച്ചോട്ടെ. 10 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയെന്ന് നാടും ലോകം മൊത്തം വിചാരിക്കുന്ന ഇവരുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെന്ന്. കക്കൂസി പോണേ മെനഞ്ഞാന്ന് വരെ ഞങ്ങൾ ഓട്ടോ പിടിച്ച്, സത്യമായിട്ട് വേദന എടുക്കുമ്പോ ഇവിടെ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് ചെങ്ങന്നൂര് പോകും ആശുപത്രിയില്. ഈ സാധനങ്ങളൊക്കെ ഇല്ലേ. ഇപ്പൊ ഇത് നിങ്ങൾ ഇവിടുന്ന് ചെയ്തു പോയി നിറഞ്ഞാ ഉടനെ അഖിൽ ഇവിടെ വരും, അല്ല നാളെ വരും. മോനക്കായ ആരോഗ്യമുള്ള ആണുങ്ങളുമായിട്ട് ഇവിടെ കയറി വരും. നിങ്ങൾ ഇത് എന്തിനാ ചെയ്യാൻ പോയേ? ഇനി വന്നു കഴിഞ്ഞാൽ അന്നേരം എന്നെ വിളിച്ചാൽ മതി. അറിയാവോ? വിളിച്ചാൽ മതി. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ബന്ധപ്പെടാം. അവരൊന്നേ ആ വീഡിയോ തിരിച്ചിടുക, വീഡിയോ ഡിലീറ്റ് ചെയ്യാം. എനിക്ക് നാണങ്ങേട് വയ്യ. എന്തായാലും സഹായിക്കാമെന്നും പറഞ്ഞു വന്നവരൊക്കെ ഇപ്പൊ ഗുണ്ടായിസം കാണിക്കുന്ന അവസ്ഥയായി. ഇന്ന് നമ്മൾ കേട്ടത് ചേച്ചിയുടെ ഭാഗം മാത്രമാണ്. എന്തായാലും ഇത്രയും ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ടോണി അച്ചായൻ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവല്ലോ, അത് ഉറപ്പാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ വീഡിയോ ഇട്ടാലും അധികം കാണാൻ പോകുന്നത് ടോണി അച്ചായനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റ്സ് ആയിരിക്കും. അത് പിന്നെ സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാൾ ചെയ്യുന്ന ചാരിറ്റി കാരണം ആളുകൾക്ക് അച്ചായൻ ഒരു നെഗറ്റീവ് ഇമേജ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സത്യത്തെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുകയാണ് ആൾക്കാർ. പിന്നെ കുറെയൊക്കെ PR കമന്റ്സ് ആണെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇതിനെല്ലാം ശേഷം അച്ചായന്റെ ഭാഗം പറഞ്ഞുകൊണ്ട് അച്ചായൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കണ്ട ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് അച്ചായൻസ് ഗോൾഡിന്റെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നെയും എന്റെ സ്ഥാപനത്തെയും എന്റെ ജീവനക്കാരെയും പറ്റി മോശമായി വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി. പക്ഷെ ഇതുവരെ ഞാൻ ഇതിനൊന്നും പ്രതികരിച്ചില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന കുറെ ജനങ്ങൾ എന്നോട് പറഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തിനുള്ളിൽ പല ആൾക്കാർ വഴി എന്നോട് ഭീമമായ തുക ഈ വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഈ ഭീമമായ തുക ഉണ്ടെങ്കിൽ എനിക്ക് 15 പരം വീടുകൾ പാവങ്ങളായ ആൾക്കാരെ എനിക്ക് സഹായിക്കാൻ പറ്റും. ഇതിനെതിരെ നിയമപരമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. ഈ സഹായം ഇനിയും മുന്നോട്ട് തുടരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങളോട് ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ല, കാരണം എന്റെ വരുമാനത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമാണ്. കാരണം എന്നെ വ്യാജ പ്രചാരണങ്ങൾ നടത്തി എന്റെ സ്ഥാപനവും
അല്ലെങ്കിൽ എന്നാ പറയുക എന്ത് ചാരിറ്റി പ്രവർത്തനങ്ങളും നശിപ്പിക്കാൻ ഈ വ്യക്തി നോക്കിയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്ന ഈ വ്യക്തിയുടെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ കയറി എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഇതിനെതിരെ റിപ്പോർട്ട് അടിക്കണം, ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അച്ചായന് പറയാനുള്ളത്. ഈ വീഡിയോ ഇട്ട ചാനലും അമ്പിളി ചേച്ചിയും ഒക്കെ വലിയ പൈസ ചോദിച്ച് അച്ചായന് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയാണ് അച്ഛൻ വീഡിയോയിൽ ഒന്ന് പറയുന്നത്. ഇത് വെറും വാഗോണ്ട് പറയുക മാത്രമാണ് അച്ചായൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അല്ല, എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ അച്ചായൻ നിങ്ങൾക്ക് കാണിക്കാൻ? ഇനി അതൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ആ വീട് നിർമ്മാണം നിർത്തി വെക്കാനുള്ള കാരണമെങ്കിലും ഒന്ന് പറയാമായിരുന്നു. പക്ഷെ അതൊന്നും അച്ചായന് പറയാനില്ല. അച്ചായൻ ആകെ പറയാനുള്ളത് ആൾക്കാരെല്ലാരും കൂടി ചേർന്ന് അമ്പിളി ചേച്ചിയുടെ വീഡിയോ റിപ്പോർട്ട് അടിച്ച് കളയണമെന്ന് മാത്രമാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ പറയണം അച്ചായൻ. അല്ലാതെ ലീഗലി നീങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്ന പോലെ ദയവ് ചെയ്ത് തൊഴിഞ്ഞായും പറയാൻ നിൽക്കല്ലേ. എന്തായാലും സത്യം ആരുടെ ഭാഗത്താണെന്ന് നമുക്കറിയില്ല. ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളുമായി അച്ചായൻ വരികയാണെങ്കിൽ നമുക്ക് ഈ വിഷയം വീണ്ടും ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.